പ്രസിഡന്റ് ട്രംപിൽ നിന്ന് നമുക്ക് മിക്സ്ഡ് സിഗ്നൽസ് ആണ് കിട്ടുന്നത്. അദ്ദേഹം പറയുന്നു റെജീം ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞു, ഇറാന്റെ നേവിയെയും എയർഫോഴ്സിനെയും മിസൈൽസും ഡ്രോൺസും ഉണ്ടാക്കാനുള്ള കഴിവിനെയും അദ്ദേഹം തീർത്തു. അപ്പോ അതൊന്ന്. പിന്നെ അദ്ദേഹം പറയുന്നു, നമുക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നു കാർഗിലിന്റെ ആക്രമിക്കും, എന്നിട്ട് ഇറാന്റെ എണ്ണ പിടിച്ചെടുക്കും. ഇതിൽ വലിയ അർത്ഥമില്ല, കാരണം കാർഗിലിന്റെ ഇതിന്റെ ടെർമിനൽസ് ആണുള്ളത്, അല്ലാണ്ട് കാർഗിലിലല്ല ഇറാന്റെ എണ്ണ അവര് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ട്രംപ് ടെർമിനൽസ് പിടിച്ചെടുത്താൽ സംഭവിക്കുകയാണെങ്കിൽ പിന്നെയും ഇറാൻ അങ്ങോട്ടേക്ക് എണ്ണ പമ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോ ട്രംപിന് ചില പ്രസ്താവനകൾക്ക് അർത്ഥമില്ല, യുക്തിയില്ല, എന്നാലും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വേറെന്നുള്ളത് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ തുടങ്ങിയേക്കും. യുറേനിയം ഏതാണ്ട് 1000 പൗണ്ട് 400 ചിലാനം കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം, അത് ഇറാൻ എവിടെയോ ഭൂമിയുടെ അടിയിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇസ്ഫാനിലായിരിക്കാം, വിറയിലെടുത്തായിരിക്കാം. അപ്പോൾ അതൊരു കമാൻഡോ ആക്ഷൻ വഴി പിടിച്ചെടുക്കുക, എന്നിട്ടത് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് റിപ്പോർട്ട്സ് കേൾക്കുന്നത്. ഇത് നടക്കുമോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സ് സിഗ്നൽസ് ആണ് ട്രംപിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രംപിന് പൊളിറ്റിക്കൽ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എണ്ണയുടെ വില അമേരിക്കൻസ് പമ്പിൽ പോകുമ്പോൾ, ഗ്യാസ് സ്റ്റേഷനിൽ പോകുമ്പോൾ $1 കൂടുതൽ കൂടിയിട്ടുണ്ട്. ആ വില ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറെന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ ഇൻസൈഡർ ട്രേഡിംഗ് വഴി പൈസ ഉണ്ടാക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ മാഗായ കമ്മ്യൂണിറ്റിയിലും ചോദ്യങ്ങൾ ചിലരെല്ലാം ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് നമ്മുടെ പിള്ളേരെ ഈ വിദേശത്തേക്ക് വളരെ ദൂരത്തേക്ക് അയച്ച് എന്തിനാണ് അവരെ കൊല്ലുന്നത്? അപ്പോ താങ്കൾ ട്രംപ് പീസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ കാൻഡിഡേറ്റ് ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ ഫോറെവർ വാഴ്സ് എന്തുകൊണ്ട് താങ്കൾ ചെയ്യുന്നു? അപ്പോ പൊളിറ്റിക്കൽ കോസ്റ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ, അഭ്യൂഹത്തിൽ, ഇത് അധികം നാള് ട്രംപിന് പിന്തുണയ്ക്കാൻ സാധിക്കില്ല. തന്നെയുമല്ല, ഇറാനോട് ഇങ്ങനെ കാർഗിലിനെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ പേടിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് അവര് പ്രഖ്യാപിക്കുന്നത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. അവര് വളരെ സന്തോഷപൂർവ്വം അമേരിക്കൻ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് ഇറാൻ വിചാരിക്കുന്നു ഒന്നില്ലെങ്കിൽ അവരെ കൊല്ലാം, അല്ലെങ്കിൽ അവരെ ഗൾഫ് ഓഫ് ഇറാനിലേക്ക്, വാട്ടേഴ്സിലേക്ക് ഇട്ടാൽ അവിടെ ഷോൾസ് ഉണ്ട്, വലിയ ഫിഷ്, അവര് തിന്നോളും. അങ്ങനെയൊക്കെയാണ് ഇറാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇറാനെ പേടിപ്പിക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ കൂടി 1-2 ആഴ്ചക്കകം ട്രംപിന് വിക്ടറി പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം മിക്കവാറും പറയും, ഞാനിനി ക്യൂബയിലേക്കാണ് അറ്റൻഷൻ കൊടുക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഇറാന്റെ എയർഫോഴ്സിനെയും നേവിയും എല്ലാം
ഡിസ്ട്രോയ് ചെയ്തു. ഇനി ഇറാനിയൻ ജനതയാണ് സ്ട്രീറ്റ്സിലേക്ക് വന്നിട്ട് അവരുടെ സർക്കാരിനെ താഴത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ അതെങ്ങനെ അവർക്ക് സാധിക്കും? ഞാൻ ഇങ്ങനെ ബോംബ് ചെയ്തുകൊണ്ടിരുന്നാൽ. അതുകൊണ്ട് ഞാൻ മിഷൻ കഴിഞ്ഞു, അക്കംപ്ലിഷ് ചെയ്തു, മൂവ് ചെയ്യാണ്. പക്ഷെ ഇത് നെതന്യാഹുവിന് ഒട്ടും ഇഷ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇത് കഴിയുന്നതും ഒക്ടോബർ വരെ കൊണ്ടു നടക്കണം. അപ്പൊ അന്നാണ് ഇലക്ഷൻ, ഒക്ടോബറിൽ. അപ്പൊ ഇലക്ഷന് മുമ്പ് നെതന്യാഹു ഒരു വെടിനിർത്തലിന് സമ്മതിക്കും. എന്നിട്ട് തന്നെ ഒരു വാർ ഹീറോ ആയിട്ട് റീഎലക്ട് ചെയ്യണമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഇവര് തമ്മിലുള്ള എൻഡ് ഗെയിമിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും രണ്ട് മനസ്സാണ്, ഒരു മനസ്സല്ല. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെ എന്നുള്ളത്, ട്രംപ് റിയാലിറ്റി ആയിട്ട് വളരെ ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോ അത് തന്നെയുമല്ല, പ്രൊഫഷണൽസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലോ പെന്റഗണിലുള്ള പ്രൊഫഷണൽസ് അവരെ ട്രംപ് സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ സണ്ണിലോ ജാരദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൗൺസിലേഴ്സ്, ഉപദേശകർ. അപ്പോ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഇന്ത്യയെ വളരെ കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ $270 മില്യൺ കൂടുതൽ കൊടുക്കുന്നുണ്ട് എണ്ണ വാങ്ങിക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ്. പിന്നെ ഇന്ത്യയിൽ ചിലർക്ക് പാകിസ്ഥാൻ ഇതിൽ മീഡിയേഷൻ ചെയ്യുന്നതിൽ അസൂയുണ്ട്, സങ്കടമുണ്ട് ഒക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. പാകിസ്ഥാൻ വിജയിക്കില്ല നമുക്കറിയില്ല. വിജയിക്കുവാണെങ്കിൽ നമുക്കും എല്ലാവർക്കും, ലോകത്തിലെല്ലാവർക്കും, ഇന്ത്യക്കും വലിയ ഉപകാരമായിരിക്കും. പിന്നെ വേറെ എന്നുള്ളത് മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ പരിപാടി ഇതുവരെ വിജയിച്ചിട്ടില്ല. പാകിസ്ഥാൻ ടെററിസത്തിന്റെ എപ്പിസെന്ററാണ് എന്നൊക്കെ ഇന്ത്യ ഒരുപാട് പ്രാവശ്യം നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, UN-ലും മറ്റ് വേദികളിലും. പക്ഷെ അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അതിന് വില കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കുറിച്ചും ഒരു വിലയിരുത്തൽ, ഒരു കോഴ്സ് കറക്ഷൻ വേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.